എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ സമീറ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് അധികം ആരും പരീക്ഷിക്കാനിടയില്ലാത്ത ഹെൽത്തി എനർജറ്റിക് ജ്യൂസാണ്. വളരെയേറെ ഗുണങ്ങൾ അടങ്ങിയതാണ് ഈ ജ്യൂസ്. ദിവസത്തിൽ നമ്മൾ ഒരു ഗ്ലാസ് ജ്യൂസ് ഇതുപോലെ കുടിച്ചാൽ തന്നെ ശരിക്കും നമ്മളുടെ ആരോഗ്യത്തിന് നല്ലൊരു മാറ്റം അനുഭവപ്പെടും. അപ്പം നമ്മൾ മുതിർന്നവർക്ക് ഡെയിലി ഈ ഒരു ഗ്ലാസ് ജ്യൂസ് കുടിക്കാൻ നോക്കുക. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ജ്യൂസ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 4 നെല്ലിക്ക എടുത്തിട്ടുണ്ട്. ഈ നെല്ലിക്കയുടെ കുരു എല്ലാം മാറ്റിയിട്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത്. അപ്പം ഈ നെല്ലിക്ക ഞാൻ മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് കാന്താരി മുളകാണ്. കാന്താരി മുളകെന്ന് പറയുമ്പോൾ നല്ല എരിവുണ്ടാവും. ഇവിടെ ഞാനൊരു 7 കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. വളരെ കുഞ്ഞ് കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി ഇതിലേക്ക് ഞാൻ ഞെട്ടോടുകൂടി തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ചേർക്കത്തില്ല. പിന്നെ വേണ്ടത് നല്ല തണുത്ത വെള്ളമാണ്. ഞാനിവിടെ ഏകദേശം 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നമ്മൾ ആദ്യം ഇത് അരച്ചെടുക്കും. അതിന് ശേഷം മാത്രമേ ബാക്കി ഈ വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർക്കുള്ളൂ. ഇതിവിടെ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തതാണ്. ഇപ്പം കണ്ടോ, ഇതിനൊരു ലൈറ്റ് യെല്ലോ കളർ. ഇത് കണ്ടാൽ അത്ര അട്രാക്ഷൻ ഉണ്ടാവത്തില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ 5 ജ്യൂസിൻ്റെ ഗ്രേപ്പ് എടുത്തിട്ടുണ്ട്. ഇതാവുമ്പോൾ നല്ല കളർ കിട്ടും. ഇത്രയും മതിയാവും കേട്ടോ. ഇത് ജ്യൂസിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുമ്പോൾ കണ്ടോ കളറിൽ ചേഞ്ച് വന്നത് ലൈറ്റ് പിങ്ക് കളറായിട്ട് ഇത് മാറും. ഇങ്ങനെ കൊടുക്കുമ്പോൾ അട്രാക്ഷൻ ആയിരിക്കും. ഇനി ഇതിനെ ഞാൻ ഒരു അരിപ്പ വെച്ച ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നന്നായിട്ടൊന്ന് അരിച്ചൊഴിക്കും. ഇതിൻ്റെ കൊത്ത് നമ്മൾ എടുക്കത്തില്ല കേട്ടോ. നല്ലതുപോലെ ഇതുപോലെ അരിച്ച് പിഴിഞ്ഞ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ സത്ത് മാത്രം നമുക്ക് ഈ ബൗളിലേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ 1.5 കപ്പ് വെള്ളം എടുത്തതിൽ ബാക്കിയുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതോടൊപ്പം തന്നെ ഞാനിവിടെ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്. ഈ നാരങ്ങയും കൂടി നന്നായിട്ട് ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കും. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. ഇളക്കിയതിന് ശേഷം നോക്കണം, വെള്ളം ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കും. അത് പുളി അനുസരിച്ചാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിത് നോക്കിയപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഇതിലേക്ക് ചേർക്കാം. അപ്പം ഞാനിതിലേക്ക് വീണ്ടും ഒരു 1/2 കപ്പ് നല്ല തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. തണുത്ത വെള്ളം തന്നെ എടുക്കണം കേട്ടോ, എന്നാലേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത്രയേ ഉള്ളൂ ഇത്. നെല്ലിക്ക കാന്താരി ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി 2 സെർവിങ് ഗ്ലാസ് എടുത്തിട്ട് ഈ ജ്യൂസ് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, നല്ല ലൈറ്റ് പിങ്ക് കളറ്. ആര് കണ്ടാലും ഈ ഉഷ്ണകാലത്ത് ഈ ജ്യൂസ് എടുത്ത് കുടിച്ചു പോകും. ആരോഗ്യത്തിനും വളരെ ഗുണകരമായ ജ്യൂസാണിത്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്കിത് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈസി റെസിപ്പികൾക്കായി സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.